തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ. പണമില്ലാത്തതിനാൽ പദ്ധതികളെല്ലാം അവതാളത്തിലാണ്. അങ്കണവാടി കുട്ടികൾക്ക് ഭക്ഷണം പോലും നൽകാനാവുന്നില്ല. ലൈഫ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനോ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾക്ക് ഫണ്ട് അനുവദിക്കാനോ കഴിയുന്നില്ല എന്നും കഴിഞ്ഞ സർക്കാരിന്റെ അവസാന ബജറ്റിൽ 132 കോടി 66 ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെന്നും ഇതിൽ 22 കോടി മാത്രമാണ് കോർപ്പറേഷൻ ലഭിച്ചതെന്നുമാണ് വിശദീകരണം. ക്ഷേമ പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയില്ല എന്ന മേയർ ഒ സദാശിവൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷന് പ്ലാൻ ഫണ്ടിൽ 110 കോടി രൂപ നഷ്ടപ്പെടും. വളരെ പ്രയാസം അനുഭവിക്കാൻ പോവുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. നമ്മുടെ റോഡ് പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അംഗനവാടികളുടെ കുട്ടികളുടെ പോഷകാഹാരം കൊണ്ടുപോകാൻ കഴിയില്ല. ലൈഫ് ഭവന പദ്ധതിയിൽ ബാക്കി തുക ഗഡുക്കൾ കൊടുക്കാനുള്ളത് കൊടുക്കാൻ കഴിയില്ല. ഇങ്ങനെ എല്ലാ മേഖലയിലും വലിയ തോതിലുള്ള തുകയാണ്. നേരത്തെ കഴിഞ്ഞ സർക്കാരിൻ്റെ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ 132 കോടിയാണ്. 132 കോടി 66 ലക്ഷത്തോളം വരും. ആ തുക പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷമാണല്ലോ കുറഞ്ഞത്. ഷാദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷാദ്, പുതിയ സർക്കാർ വന്നതോടുകൂടി കോർപ്പറേഷന് പണം കിട്ടുന്നില്ല എന്ന വാദമാണോ മേയർ ഉന്നയിക്കുന്നത്? അതായത് ഈ പ്ലാൻ ഫണ്ടിനായി അനുവദിക്കുന്ന പണം അത് പൂർണ്ണമായിട്ടും വെട്ടിച്ചുരുക്കി എന്ന ഗുരുതരമായിട്ടുള്ള കാര്യമാണ് മേയർ പറയുന്നത്. മാത്രമല്ല, ഇത് കോഴിക്കോട് കോർപ്പറേഷന്റെ മാത്രം സ്ഥിതിയല്ല. പല കോർപ്പറേഷനും സമാനമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രതിസന്ധിയും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കാരണം 132 കോടി 66 ലക്ഷം രൂപയാണ് കഴിഞ്ഞ LDF സർക്കാരിന്റെ അവസാന ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് പുതിയ സർക്കാർ വന്ന സമയത്ത് അത് വെട്ടിക്കുറച്ചു. അങ്ങനെ ഏകദേശം 22 കോടി രൂപ മാത്രമാണ് കോഴിക്കോട് കോർപ്പറേഷന് ഈ ഇനത്തിൽ ലഭിച്ചിട്ടുള്ളത് എന്ന കാര്യമാണ് പറയുന്നത്. ഈ കാരണത്താൽ ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഒന്ന്, നമുക്കറിയാം, ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾക്ക് വീടൊക്കെ കിട്ടുന്ന പദ്ധതിയാണ്. അപ്പോൾ ആ പദ്ധതിക്ക് കൃത്യമായിട്ട് പണം അനുവദിക്കാൻ സാധിക്കുന്നില്ല. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമുക്കറിയാം, അംഗനവാടികൾ, അവിടെയുള്ള കുട്ടികൾക്കൊക്കെ ഭക്ഷണം വിതരണം ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും കോർപ്പറേഷനിൽ നിന്ന് തുക അനുവദിക്കണം. അപ്പോൾ നിലവിൽ അങ്ങനെ അംഗനവാടികൾക്ക് പണം അനുവദിക്കാൻ നിലവിൽ കോർപ്പറേഷന്റെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊന്ന്, വിവിധ ഇടങ്ങളിൽ ഈ റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് വലിയ പ്രതിസന്ധിയും ബുദ്ധിമുട്ടും അപകടങ്ങളും ഒക്കെ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് നൽകാനുള്ള പണം പോലും കോർപ്പറേഷന്റെ കൈവശമില്ല എന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ സ്ഥിതി ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ അതൊരു പക്ഷേ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഒപ്പം തന്നെ ജനങ്ങളെ സംബന്ധിച്ചും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് എത്രയും വേഗം ഈ വിഷയത്തിൽ ഒരു അടിയന്തര ഇടപെടലാണ് ഇപ്പോൾ കോർപ്പറേഷൻ ആവശ്യപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ട് മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ വിവിധ കോർപ്പറേഷനിലെ മേയർമാരും ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കാണുകയും വിഷയം ധരിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന കാര്യമാണ് പറയുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ഒരു അനുകൂല സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ അത് മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന കാര്യമാണ് പറയുന്നത്.